ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ യാത്ര തുടരാം കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 4th ഡേ ആണ്. അപ്പം നമ്മൾ ഇന്ന് കൊടൈക്കനാൽ വിൻ്റർഫീൽ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ചെന്നിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്നാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സും ബ്രെഡും ജാമും മുതലേ നമ്മുടെ നാടൻ ഇഡ്ഡലിയും ചട്നിയും വരെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ അറേഞ്ച് ചെയ്ത എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും അവരുടെ ആ രീതികളും എല്ലാം അടിപൊളിയായിരുന്നേ. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കഴിച്ചില്ലെങ്കിലും അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എല്ലാതും ഒന്ന് പൊക്കി നോക്കി എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ കാണുമ്പോൾ തന്നെ പകുതി നമ്മുടെ വയറ് നിറയും കേട്ടോ. എല്ലാ ഐറ്റംസും എടുത്ത് കുറേശ്ശെ ടേസ്റ്റ് നോക്കുക എന്നുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ബഫറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളത്. പണ്ടൊരു കല്യാണത്തിന് ഞാൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു ഹോട്ടലിലെ ഒരു പാർട്ടി ഒരു റിസപ്ഷന് പോയതാണ് കേട്ടോ. അന്ന് നമുക്ക് ഈ ബഫറ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇത്രയും ഫുഡ് കണ്ട ആക്രാന്തത്തിൽ എല്ലാം എടുത്തങ്ങ് പ്ലേറ്റിലേക്ക് കൂട്ടിയിട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ. പിന്നീട് അതൊന്നും കഴിക്കാൻ പറ്റാതെ നേരെ കൊണ്ടുപോയി വേസ്റ്റിലിടേണ്ട ഗതികേടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ കൊടൈക്കനാലിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് തിരിക്കുകയാണ്. കട്ടപ്പനയിലാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന വഴി നമ്മുടെ കമ്പം തേനി വഴിയാണ്. അപ്പോൾ നമുക്ക് മുന്തിരിത്തോട്ടങ്ങളൊക്കെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവിടെ ഇവർ രണ്ടുപേരും ഇരുന്ന് വെളുത്തുള്ളി നന്നാക്കി വെക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായ വെളുത്തുള്ളിയാണ്. ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും അവിടെ നിന്ന് കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ കണ്ട കുതിരകളാണ് കേട്ടോ. ഇങ്ങനെ വഴിയിലൊക്കെ നമുക്ക് കുതിരകളെ കാണാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഒക്കെ കഴിച്ച് നമ്മുടെ കമ്പം തേനിയിലോട്ട് വരികയാണ്. കൊടൈക്കനാലിൽ നിന്ന് കേരളത്തിലോട്ടുള്ള ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം തപ്പുന്നത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കയറാൻ പറ്റിയ ഒന്നാണ് ഈ ബട്ട്ലകുണ്ട് ബൈപ്പാസിലുള്ള ഈ ടെമ്പിൾ സിറ്റി. ഇതൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ വെജും നോൺ വെജും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടികൾക്കും പാർക്ക് ചെയ്യാനുള്ള ഒരു വലിയ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മിനി മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ പണ്ട് തന്നെ മമ്മിയൊക്കെ കളിയാക്കും എല്ലാത്തിനെയും ബാക്കി കൊടുത്തിട്ട് എന്താണെന്നും പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നുമല്ല കേട്ടോ, എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കുറച്ചേശ്ശെ ആയിട്ടാണ് ഉണ്ടാവുക. ഈ തമിഴ്നാട് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഈ മിനി മീൽസ് അവൈലബിൾ ആവും കേട്ടോ. കുറച്ചൊരു ഫ്രൈഡ് റൈസ് പോലത്തെ റൈസ്, സാമ്പാർ സാദം, തൈര് സാദം, പിന്നെ നാരങ്ങ റൈസ്, പിന്നെ ഒരു ചപ്പാത്തി പോലത്തെ ഒരു സംഭവം ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഊണായിരുന്നു. അങ്ങനെ അവിടുത്തെ കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കമ്പത്തുള്ള മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പോവാണ് കേട്ടോ. മുമ്പ് ഒരിക്കൽ വന്നപ്പോൾ ഒരൊറ്റ മുന്തിരി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ അവിടെ നിറയെ മുന്തിരി ഉണ്ടായി നിൽക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കയറുന്നത് ജെനീസ് മുന്തിരിത്തോട്ടത്തിലോട്ടാണ്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ. കയറുമ്പോൾ തന്നെ നമ്മളതിനെ കുതിരയും ഒട്ടകമൊക്കെയാണ് നമ്മളതിനെ വെൽക്കം ചെയ്യുന്നത്. അവിടെ വലിയ വലിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, മുന്തിരി പറിക്കരുത് എന്നൊക്കെ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന തോട്ടത്തിലത്തെ മുന്തിരി ഒക്കെ പച്ചയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ ഒക്കെ പച്ച മുന്തിരിയാണെന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളാണ്. അതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണല്ലോ എന്താ കറുത്ത മുന്തിരി ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇത്രയും തിരക്കില്ല, സാധാരണ ഇതിലും തിരക്കുണ്ടാവാറുണ്ട് എന്നൊക്കെയാണ്. എന്തായാലും വേണ്ടില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ചൂടൊന്നും നമുക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. മലയാളികളേക്ക് കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മൊത്തം കർണാടകക്കാരും അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ആദ്യം കാണുന്നത് മുന്തിരി ചായയാണ്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് അത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മുന്തിരി ചായ കിട്ടും. പിന്നെ ജാമും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മുന്തിരി തൈകൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വൈനുകൾ ഉണ്ടായിരുന്നു. 600 രൂപയായിരുന്നു കേട്ടോ വൈനിന്. മുന്തിരി തൈക്ക് 30 രൂപയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് മുന്തിരിത്തോട്ടം കണ്ടിറങ്ങിട്ടോ. ഒരുപാട് ഫോട്ടോസും റീലുകളും ഒക്കെ ആൾക്കാർ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ നമുക്ക് മുന്തിരി ചായയും മുന്തിരി ജ്യൂസൊക്കെ മേടിച്ച് കഴിക്കാം. പിന്നെ ഈ ഇതുപോലെയുള്ള ഓരോ കണ്ടങ്ങളിൽ പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന മുന്തിരി തൈകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ജെനീസ് ഗ്രേപ്പ് ഫാമിൽ നമ്മൾ കമ്പം മേട് വഴി നമ്മുടെ കട്ടപ്പനയിലോട്ടാണ് വരുന്നത്. അപ്പോൾ കണ്ട കാഴ്ചയാണ്, റോഡ് പണി നടക്കുകയാണ്. ഒരു രക്ഷയില്ല, അത്രയും ബ്ലോക്കായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ നിർത്തി ബ്ലോക്കിൽ പെട്ട് കുറേ നേരത്തിന് ശേഷമാണ് നമ്മൾ കട്ടപ്പന എത്തിയത്. അപ്പോൾ ദാ വഴിയരികിലുള്ള കാഴ്ചയാണ്. ഇത് മണ്ണിടിഞ്ഞിട്ട് റോഡ് ശരിയാക്കുന്നതാണോ അതോ വഴിയുടെ വീതി കൂട്ടുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, ഒരു 1/4 മണിക്കൂർ നമ്മൾ വണ്ടി അനങ്ങാതെ തന്നെ അവിടെ റോഡിൽ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ ആ നേരത്ത് നമ്മുടെ അപ്പുറത്ത് കിടന്നിരുന്ന വണ്ടിയിലത്തെ ചേച്ചിമാരെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരുമായിരുന്നു കേട്ടോ. ഇത് രാവിലെ പണിക്ക് തമിഴ്നാട് ഭാഗത്ത് നിന്ന് കേരളത്തിലോട്ട് കൊണ്ടുവന്ന ചേച്ചിമാരേനെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടികളാണ്. ആ വണ്ടിയിൽ കൊള്ളാവുന്നതിൻ്റെ 2 ഇരട്ടി ചേച്ചിമാരാണ് കേട്ടോ ഓരോ വണ്ടിയിൽ ഇരുന്നിരുന്നത്. അങ്ങനെ ഇന്നത്തെ ബ്ലോക്കിലൊക്കെ കിടന്ന് നല്ല ടയർഡായിട്ടാണ് നമ്മൾ ഹോട്ടലിൽ എത്തിയത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് 10 ഡിഗ്രി നോർത്ത് എന്നാണ് കേട്ടോ. ഏകദേശം കട്ടപ്പനയൊക്കെ അടുത്തുള്ള ഒരു റിസോർട്ട് ഹോട്ടലാണ്. ഇത് തേയിലക്കാടുകൾക്ക് നടുവിലുള്ള ഒരു ഹോട്ടലാണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ നന്നായി ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റിസോർട്ടിലെത്തിയത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, നേരെ അങ്ങ് കിടന്നുറങ്ങി. അപ്പോൾ നാളത്തെ വിശേഷങ്ങളും നമ്മുടെ 5ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം, നാളത്തെ വ്ളോഗിൽ കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.